എൻ്റെ മോനെ ഓട്ടോഗ്രാഫോ ഷാറൂഖ് ഖാൻ്റെ മോൻ അതിൻ്റെ ഉള്ളിലിട്ടോ ഫ്രണ്ടില് എൻ്റെ പൊന്നെ പൊളിച്ച്. പിന്നെ അവരുടെ ആരുടെയെങ്കിലും എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖാന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ആക്ച്വലി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്, നവി മുംബൈയിലാണ് താമസിക്കുന്നത്. പക്ഷേ നമ്മൾ ഫുള്ള് സ്യൂട്ടപ്പ് ആയിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മുംബൈയുടെ സൗത്ത് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ, മുംബൈയുടെ സൗത്ത് സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നവി മുംബൈയിലാണ്. ഇവിടെ നിന്നും ഒരു 50 കിലോമീറ്റർ ഒന്ന് ചുറ്റി വളഞ്ഞു പോയി കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് മുംബൈ അല്ല ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടൽ, നമ്മുടെ താജ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ, മെറൈൻ ഡ്രൈവ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയിലാണ് ഗൈസ്. നമ്മൾ പോകുന്ന റൂട്ടിലല്ല ഇതൊന്നും. ഇവിടെ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞൊരു ട്രെയിൻ ഉണ്ട്, ലൈക്ക് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ലോക്കൽ ട്രെയിൻ. ഇവിടെ ലോക്കലായിട്ട് ഓടുന്ന ഒരു ട്രെയിൻ. നമ്മുടെ നാട്ടിലത്തെ മെമു ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ഇല്ല, വേറൊരു ടൈപ്പാണ്. ഇത് മഹാരാഷ്ട്രയുടെ ഒരു അതിശയം എന്നാണ് പറയാം ഈ ഒരു ഇതല്ലേ. കാർഗർ റെയിൽവേ സ്റ്റേഷൻ ലോക്കൽ മെട്രോ എന്നാണ് പറയുന്നത്, ലോക്കൽ ട്രെയിൻ എന്നാണ് പറയണത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മെമു ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി മെട്രോ ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ പുതിയൊരു അറിവാണ്, എനിക്കറിയില്ല. അപ്പോൾ ആളുടെ ഗൈഡൻസിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്, കാർഗറിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. 100 രൂപയാണ് സൈക്കിളിന് അവർ വേറൊരു സ്റ്റേഷനിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് 100 രൂപ കൊടുത്ത് ലഗേജ് കൊടുത്ത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ തന്നെയാണ്, ഇന്ത്യൻ റെയിൽവേയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലെങ്ങനെ നമ്മൾ കൊണ്ടുപോകാമെന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ, ഒരു അറിവില്ലായ്മയുണ്ട്. എങ്ങനെയാണ് അതൊന്ന് സൈക്കിള് എവിടെ എത്തിക്കുക. നമ്മുടെ കൊച്ചി മെട്രോ പോലെ സൈക്കിള് ഏറ്റവും ബാക്കിലാണോ വയ്ക്കുക, ഏറ്റവും ഫ്രണ്ടിലാണോ വയ്ക്കുക, അതോ ഒപ്പം നമ്മുടെ തന്നെ ജനറലിൽ കയറണോ സൈക്കിൾ നമ്മൾ ഒപ്പം പിടിച്ച് കയറാൻ പറ്റും. അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറി നമ്മൾ നോക്കി നോക്കാം. ഏതാ ഈ സാധനം പോയി തിരിച്ചു വരാനുള്ള ടിക്കറ്റാണ്. അപ്പോൾ ഇതന്നെ കാട്ടിയാൽ മതി, ടിക്കറ്റ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഈ എങ്ങനെ വന്ന വഴി തന്നെ ഇപ്പോൾ ഈ 40 റുപ്പീസിൻ്റെ ഈ ടിക്കറ്റ് ഉണ്ടല്ലോ, ഈ ടിക്കറ്റിൽ CST വരെ ഉള്ള ഏത് സ്റ്റേഷനിൽ വേണം ഇറങ്ങാം, ഏത് സ്റ്റേഷനിൽ വേണം കയറാം, പോകാൻ തിരിച്ചു വരാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇനി എത്ര രൂപ? 40 രൂപ. ഓക്കെ, ലോക്കൽ ട്രെയിനിൻ്റെ ഒരു ബെനിഫിറ്റ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഇതിൽ പറ്റില്ലല്ലോ. അതിൽ പറ്റില്ല, അതിൽ ടിക്കറ്റ് എടുക്കണ്ടേ? ഈ കാണുന്നത് ഇതിൽ ഇന്ന് ഫുള്ളായിട്ട് നിനക്ക് യാത്ര ചെയ്യണം. ഈ ഒരു ടിക്കറ്റ് എടുത്താൽ മതി അല്ലേ? അത് പുതിയൊരു അറിവാട്ടെ എനിക്ക്. 210 നാട്ടിൽ ഒല്ലൂർ എന്ന് പറയും. ഏതാ? തൃശ്ശൂര്. നിങ്ങളോ? ഒരു ഹായ് പറഞ്ഞോ. അവിടെ മാഡത്തിന്റെ പേര് ഇവിടെ വർക്ക് ചെയ്യണതല്ലേ? ഇവിടെ പേരെന്താ മാഡത്തിന്റെ? ഐശ്വര്യ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ മെട്രോ അല്ല സോറി TC ആയിട്ട്. ഓക്കെ. കണ്ടതിനും പരിചയപ്പെട്ടതിനും സന്തോഷം. മലയാളിനെ കണ്ടപ്പോ ഒരു സമാധാനമായി. അതെ, അടിപൊളി. ഭാഗ്യം മലയാളികൾ ഉണ്ടാവും. ഞാനിവിടെ റോളർ സ്കേറ്റിങ്ങിന്റെ കോച്ചിങ് അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം അവർ പറഞ്ഞതനുസരിച്ച് പ്ലാറ്റ്ഫോമിൻ്റെ അവിടേക്ക് എത്തിയിട്ടാ. ഈ ട്രെയിൻ ഏത് ഡയറക്ഷനിലേക്ക്? അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഇത് ഹാർബർ ലൈനാണ്. ഹാർബർ ലൈൻ എന്ന് പറയുന്നത് ഇത് അങ്ങോട്ടാ പോവാ അല്ലേ? ഓക്കെ, പൻവേല് കൊള്ളാട്ടോ. ഓക്കെ, മുംബൈ. അതാണ് CST എന്ന് പറയുന്നത് അല്ലേ? നൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കയറാമല്ലേ? ലഗേജിൻ്റെ ഇതിൽ തന്നെ കയറാം. നമുക്കും കയറാം. മറ്റേതിൽ ഇന്ത്യൻ റെയിൽവേയിൽ അങ്ങനെ ലഗേജിൽ കയറാൻ പറ്റില്ല. നമുക്ക് ഈ സൈക്കിൾ വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഇരിക്കാം കേട്ടോ. ബാക്കി എല്ലായിടത്തും ഭയങ്കര തിരക്കാവുന്ന പറഞ്ഞേ. അങ്ങനെ നമ്മൾ മുംബൈയിലത്തെ ലോക്കൽ ട്രെയിനിൽ സൈക്കിളും കൊണ്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കയറാത്ത ട്രെയിനുകളില്ല ഗൈസ് ഇന്ത്യയിൽ. ടോയ് ട്രെയിൻ ഉണ്ട് ഈ ഇന്ത്യയിൽ നമ്മൾ കയറാത്തത് കേട്ടോ. സൈക്കിളും കൊണ്ട് കൊച്ചി മെട്രോയിൽ കയറിയിട്ടുണ്ട്, ഇന്ത്യൻ റെയിൽവേയിൽ നമ്മൾ സൈക്കിൾ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോക്കൽ ട്രെയിൻ, മുംബൈയിലത്തെ ലോക്കൽ ട്രെയിൻ ഉണ്ട്. എനിക്ക് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവർക്ക് ലോക്കലായിട്ട് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ തന്നെയാണ് കേട്ടോ. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടി തന്നില്ലേ, നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയുടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഇപ്പോൾ ഉള്ളത് ട്രെയിനിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഗേജ് കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇങ്ങനെ വയ്ക്കാൻ പറയുന്നുണ്ട്.
അപ്പോൾ ഓക്കെ ഒടുക്കത്തെ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരൊക്കെ തിരക്കാണ് കേട്ടോ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ്. ഞാൻ അധികം അഭ്യാസം കാട്ടുന്നില്ല കേട്ടോ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നില്ല. ലഗേജ് കമ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. അത് ലഗേജ് കമ്പാർട്ട്മെൻ്റ് വരണേ. പക്ഷേ ഇവിടെ നമുക്ക് ആൾക്കാരും കയറാം കേട്ടോ. ആൾക്കാരുകൾക്കും കയറാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ലൂടെ കളിച്ചിരിക്കുക കേട്ടോ. ഗെയിം കളിയാണ് ഫുള്ളൂടെ. നമുക്ക് ഇനി അരമണിക്കൂറിന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. സെറ്റ് അടിപൊളി കേട്ടോ. സൈക്കിളും കൊണ്ട് കയറാത്ത സ്ഥലങ്ങളില്ല കേസ്. നമ്മൾ ഈ എല്ലാ ട്രെയിനിലും കയറിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ട് കാണാം. ഞാനിങ്ങനെ വേറെ ഇത് വിട്ടിട്ട് ഒരിത്തിരിഞ്ഞ് പോകാനും പറ്റില്ല. അപ്പുറത്തെ കമ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല കേട്ടോ. അത് ചെറിയൊരു ലഗേജ് കമ്പാർട്ട്മെൻറ്റ്. അവിടെയും ക്ലോസ്ഡാണ്, ഇവിടെയും ക്ലോസ്ഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മുടെ സാധാരണ ട്രെയിൻ പോലെ കേട്ടോ. ലഗേജ് കമ്പാർട്ട്മെൻറ്റ്. നമ്മുടെ ട്രെയിനിൽ കയറാൻ പറ്റില്ല ലഗേജിൽ. നമുക്ക് ലഗേജ് മാത്രമേ വയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ ആൾക്കാരെയും കയറ്റാം കേട്ടോ. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്ര. സുഹൃത്തുക്കളെ, എൻ്റെ മോനെ ഒറ്റയ്ക്കുള്ള കേട്ടോ. ലഗേജ് കമ്പാർട്ട്മെൻറ്റിലാണ്. ഒറ്റയ്ക്ക് ലഗേജ് കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ മുംബൈയിലത്തെ ഏറ്റവും തിരക്കേറിയ ട്രെയിൻ, ലോക്കൽ ട്രെയിനിൽ കേട്ടോ. ഇതാണ് കേട്ടോ ആ ലോക്കൽ ട്രെയിൻ എന്ന് പറഞ്ഞില്ലേ. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം. ഈ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ വന്നത്. ഇതുപോലത്തെ ഒരു ട്രെയിനിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. ഇതാണ് മുംബൈയിൽ മാത്രം വരുന്ന ലോക്കൽ ട്രെയിൻ. നല്ല തിരക്കുള്ള ഇതെന്നൊക്കെ പറഞ്ഞില്ല. അത് ആരെങ്കിലും ചൂണ്ടി പോവാ അവസാനം. ഇത് പോകാൻ വേണ്ടിയിട്ട് അവിടെ പിടിച്ചിട്ട് പോകണമെന്നുണ്ട്. അത് പോയി. നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം കേട്ടോ. 10-15 മിനിറ്റോളം ഇവിടെ കിടക്കുന്ന പറഞ്ഞേ. അപ്പോൾ ആ സമയം ഫുള്ള് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. സോ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ ഇറങ്ങി. സോ നമ്മുടെ ട്രെയിൻ പോയി കേട്ടോ. ട്രെയിൻ പോയി. ഇത് കൊള്ളാട്ടോ. ഭയങ്കര കിടലൻ സ്ഥലം. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം. അതിൻ്റെ ഇടയിൽ ഞാൻ മാത്രം ഇവിടെ നിൽക്കുന്നു. നമുക്ക് അപ്പുറത്തേക്ക് കൂടെ ഇറങ്ങണം. ആ സൈഡിൽ കൂടെ ഇറങ്ങാമെന്നുണ്ട് കേട്ടോ. പക്ഷേ ആദ്യം കൂടെ ഇറങ്ങാൻ കഴിയും നമുക്ക്. ഇതിൽ കൂടെയാണ് അതിൻ്റെ എക്സിറ്റ് വരുന്നത്. നല്ല റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം ഗൈസ്. ഇവർക്ക് ഫുള്ള് അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ് കേട്ടോ. നോക്കി, ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സ്റ്റെപ്പ് വഴിയാണ് അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം ഇതിൻ്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് കേട്ടോ പോണത്. ഇതിൻ്റെ മേലെയാണ് റോഡ് വരുന്നത്. ബെൽറ്റ് ഇട്ട് അടിക്കണത് നോക്കി, അടിപൊളി കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 22-ാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ഇതായതുകൊണ്ട് അതിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഡിസൈനിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അടിപൊളി. മുംബൈയിലേക്ക് എത്തിയിട്ടോ നമ്മൾ ഫൈനലി. ഇതാണ് ആ ഒരു അണ്ടർഗ്രൗണ്ട് പാത കേട്ടോ. ഇനി നമുക്ക് ആ സ്റ്റെപ്പ്, അവിടെ കാണുന്ന ആ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് പോകാൻ. ഓരോരോ സ്ഥലത്തേക്കുള്ള ഇതുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് വേറെ ഇതാണെന്നുണ്ട്. നമുക്ക് ഏതെങ്കിലും വഴി പുറത്തിറങ്ങി നോക്കിയാൽ കേട്ടോ. കൊള്ളാം കഴിച്ച്, അടിപൊളി കേട്ടോ. ഇവിടുത്തെ ഒരു വൈബ് നല്ല രസമുണ്ട്. ഇതുവരെ കാണാത്ത കാഴ്ചകളാണ് ഇങ്ങനെയൊക്കെ അണ്ടർഗ്രൗണ്ട്. ഗൈസ്, കയറി ഇറങ്ങി വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ആട്ടോ. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. നമുക്ക് ഇത് കണ്ടിട്ട് നമുക്ക് സൈഡിലോട്ട് നീങ്ങാം കേട്ടോ. ദൈവേ, ഇതായിരുന്നല്ലേ എൻ്റെ മോനെ, അടിപൊളി. ഇറങ്ങി വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി വന്നപ്പോൾ ഫസ്റ്റ് കണ്ട സംഭവം ഇതാട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ ആ എൻട്രൻസ്. അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെ CST ഛത്രപതി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് കേട്ടോ. എനിക്ക് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന സിനിമകൾ താഴെ കമൻറ്റ് ചെയ്യട്ടെ. മൈ ബോസിൻ്റെ ഏതൊരു ഷോട്ട് ഇവിടെ വെച്ച് എടുത്ത പോലെ എനിക്കൊരു ഇതുണ്ട് കേട്ടോ. എനിക്കൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. മൈ ബോസ് നമ്മുടെ ദിലീപിൻ്റെയും മമതയുടെ ആണെന്നുണ്ട്. രണ്ട് മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു ഭാഗം അവിടെ ഷൂട്ട് ചെയ്ത പോലെ ഫീലിങ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സിനിമ അവിടെ ഷൂട്ട് ചെയ്തതാണ്. സോ ഫസ്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. അടുത്തതാണ് നമുക്ക് ഇനി പോകേണ്ടത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് കേട്ടോ. ഗൈസ്, അത് ഏത് വണ്ടി ഗൈസ്? ബെൻസിൻ്റെ ഇലക്ട്രിക് വണ്ടി കേട്ടോ. ബെൻസിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നപ്പോൾ കാണുന്നതാ ബെൻസിൻ്റെ ഒരു ഇലക്ട്രിക് വാഹനം കേട്ടോ. എൻ്റെ മോനെ, ഇത് എന്നിട്ട് സാൻഡ്രോൻ്റെ കളിയോ? സാൻഡ്രോ ഫുള്ള് സാൻഡ്രോ ആണല്ലോ. സാൻഡ്രോ വണ്ടിയാണ് കേട്ടോ ഇവിടെ. ദൈവം, ക്യാമറ ഓഫ് ചെയ്യാനുള്ള നേരം ഉണ്ടാവും തോന്നുന്നില്ല ഇവിടെ. ഇത് ഈക്കോ, നമ്മുടെ നവി മുംബൈയിലും കാണാം ഈക്കോ. ഫുള്ള് ഈക്കോ വണ്ടികൾ. ഈ അടിപൊളി ഫുള്ള് ഈക്കോ ആണ് കേട്ടോ. എൻ്റെ അമ്മേ, സീൻ അടിപൊളി കേട്ടോ. നൈസായി, അടിപൊളി. നോക്കിയേ ബിൽഡിങ്ങുകളൊക്കെ നോക്കി. ഇവിടുത്തെ
മഹേന്ദ്ര ചേമ്പേഴ്സ്. നമുക്ക് അങ്ങോട്ടാ പോകേണ്ടതെന്ന് കൊണ്ടിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. നമ്മളിപ്പോൾ മുംബൈയിൽ കൂടിയാണ് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ മോനെ. എനിക്ക് ഈ സൈഡിലത്തെ ബിൽഡിങ്ങുകളും ചെടികളൊക്കെ കാണുമ്പോൾ ഏതോ യൂറോപ്യൻ സ്ഥലങ്ങളുടെ പോലെയൊക്കെ ഒരു ഫീൽ കേട്ടോ. അടിപൊളി. ഡബിൾ ഡെക്കർ ബസ്സുകൾ കുറേ ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ 2 3 കാണുന്നു ഡബിൾ ഡെക്കർ ബസ്. ഇതേ വരുന്നു ഡബിൾ ഡെക്കർ ബസ്സുകൾ. അടിപൊളി. ഇലക്ട്രിക് ആണോ അത്? ഇലക്ട്രിക് ബസ്സാട്ടോ അത്. ഡബിൾ ഡെക്കർ സ്വിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെയാ. ഡബിൾ ഡെക്കർ AC ബസ് സ്വിച്ച് എന്ന് പറഞ്ഞ കമ്പനിയുടെ കേട്ടോ. ഇങ്ങനെയൊക്കെ കാണുമ്പോഴേ ഇതും അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിമെൻറ്റിൻ്റെ ഒരു ചാരം നിറച്ച ഒരു കോഫി കളറല്ലേ, അതുപോലത്തെ കളറുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വേറെ എവിടെ എത്തിയ പോലെ ഗൈസ് പെട്ടെന്നൊരു ഫീലിങ്സ്. സാൻഡ്രോ കാണുമ്പോൾ അത് മാറും, എന്നാലും കൊള്ളാട്ടാ. അടിപൊളി. ബിൽഡിങ്ങുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നല്ല ബിൽഡിങ്ങുകൾ, നല്ല സിറ്റിയുടെ ലുക്ക് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബിൽഡിങ്ങുകൾ. എൻ്റെ അമ്മ അടിപൊളി. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ. അവിടെ സ്കൂളിൽ നിന്നുള്ള ഛത്രപതി ശിവാജി മഹാരാജ സംഗ്രഹാലയം അവിടെ എന്തൊരു ഇതുണ്ട് കേട്ടോ. പിള്ളേരുകളെ വിട്ടുകൊണ്ടിരിക്കുക അവിടെ. ഫുള്ള് സാൻഡ്രോൻ്റെ കളിയാണ്. സാൻഡ്രോ റിക്സ്. ഇവിടുത്തെ റൗണ്ട് അബൌട്ടിലത്തെ ഉള്ളൊരു സിനിമ കോട്ടയാണ് കേട്ടോ. നോക്കിയേ ആ ഒരു ഫ്രണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ വേണ്ട നല്ല രസമുണ്ടല്ലേ. വേറൊരു പഴയൊരു ഇത് കേട്ടോ, റീഗൽ എന്നാന്ന് കൊണ്ട് കേട്ടോ ഇതിൻ്റെ പേര്. സ്കൈ ഫോഴ്സ് ഇത് സിനിമ കളിക്കണ സിനിമ. അടിപൊളി. നല്ലൊരു സിനിമ കോട്ടായി ഗൈസ്. ഇവിടെ കേട്ടോ ഇവിടെ എന്തോ പണി നടക്കുന്നുണ്ട്. അടിപൊളി സിറ്റി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ സേഫ്റ്റി നല്ല രീതിയിൽ നോക്കട്ടെ. നോക്കി അവിടെ വിരിച്ചു നോക്കണത് കണ്ടോ നെറ്റ്. അത് തൊട്ട് ഹൈവേയുടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റ് വേ ഓഫ് ഇത് കാണാം കേട്ടോ ഇന്ത്യ. അതുപോലെ തന്നെ താജ് ഹോട്ടലും കാണാം. ഇപ്പുറത്തെ സൈഡിൽ ഫുള്ള് മാർക്കറ്റാണല്ലോ. ഫുള്ള് മാർക്കറ്റ് സൈഡാണ്. കുറേ തിരക്കുണ്ട് കേട്ടോ. വാവ്. സൈക്കിളിൽ എക്സ്പ്ലോറിങ് വേറൊരു ഫീലാട്ടോ. ഗൈസ് നമ്മളിപ്പോൾ താജ് ഹോട്ടലിൻ്റെ അവിടെ എത്തിയിട്ടോ. താജ് ഇന്ത്യയിലത്തെ ഫസ്റ്റ് 5 സ്റ്റാർ ഹോട്ടൽ ഗൈസ്. എൻ്റെ പൊന്നെ നമുക്ക് അങ്ങോട്ടൊന്ന് ക്രോസ് ചെയ്യാം കേട്ടോ. പക്ഷേ 25,000 രൂപയാണ് കേട്ടോ ഇവരുടെ ചാർജ് വരുന്നത്. സ്റ്റാർട്ടിങ് 25,000 രൂപ, പിന്നെ 1,10,000 രൂപയ്ക്കൊക്കെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ള് ചെക്കിങ്ങും എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാട്ടിത്തരാം. ഞാനെൻ്റെ റേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പറഞ്ഞത് അതേ ഞാൻ വഴി തെറ്റിയാ. എനിക്ക് അങ്ങോട്ടാണ് പോകണ്ട കേട്ടോ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക്. മോനെ ഇത് നോക്കിയേ 25,000 ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൂം എടുക്കാം. സൈക്കിളും കൊണ്ട് കയറണം ഗൈസ്. ബെൻസ് കാറിലല്ല, സൈക്കിളിൽ നമുക്ക് ഇവിടേക്ക് എത്തിയിട്ടാ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സൈഡിലേക്ക് എത്തി. ഇവിടെ വേസ്റ്റ് ക്ലിയർ ചെയ്യാന്നുണ്ട് കേട്ടോ. വെള്ളടിച്ച് കഴുകി ഇവിടെ ക്ലീനിങ് ആകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് സൈക്കിൾ കയറ്റാനുള്ള ഇതാ നോക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ താജ് ഹോട്ടൽ ഗൈസ്. താജ് ഹോട്ടൽ കേട്ടോ. ഇവിടെ നിന്നുള്ള ഫോട്ടോസാണ് ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ അടിപൊളി. സോ സെറ്റ് എത്തിയിട്ടാ ഫൈനലി. എൻ്റെ പൊന്നെ എനിക്ക് ചിരി അടക്കാൻ പറ്റണില്ല ഗൈസ്. എവിടെയാ നോക്ക്, താജ് ഹോട്ടലിൻ്റെ മുന്നിലെത്തി. മുംബൈ വരെ എത്തിയിട്ടോ നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര. എവിടെയാ സ്ഥലം? എറണാകുളം. ഇവിടെ കറങ്ങി വന്നതാ. ഒരു ഹായ് പറഞ്ഞു. ഡിസംബർ 20 തൃശ്ശൂരാണ് സ്ഥലം. 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 29-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഹോട്ടലിൻ്റെ മുന്നിൽ, താജ് ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇനി നാളെ ഞാൻ ബീരാറെന്നോ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെ കുറേ ഇതുകളുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ മോൺ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ എനിക്ക് കാണാം. അതുപോലെ തന്നെ ഓരോ സ്റ്റോറുകൾ കാണുമെന്ന് തോന്നുന്നു കേട്ടോ അതിൻ്റെ അടിയിൽ. ഇതിൻ്റെ ഫുള്ള് ഇതിൻ്റെ താഴെ വരുന്നത്. ഇപ്പുറത്ത് നമ്മുടെ മലയാളികളെ കണ്ട സ്ഥലത്ത് ഇവിടെ പിള്ളേരുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഹായ് പോലും. ഹായ് 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 ഹായ്. സൈക്കിൾ വ്ളോഗർ. നമ്മുടെ സൈക്കിള്
സൈക്കിളോട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കേരള ടു കാശ്മീർ യൂട്യൂബ് ജോയൽ ജോസി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇവിടെ നിന്നുള്ള എൻട്രൻസ് കേട്ടോ. ഈ ബോട്ടിൽ നമുക്ക് വരാൻ പറ്റും. 3000 രൂപ അവർ ചോദിച്ചു കേട്ടോ, സൈക്കിളും കൊണ്ട് ഇങ്ങോട്ട് ഈ ഒരു ഇതിൽ വരാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഫുള്ള് ബോട്ടുകളാണ് ഗൈസ്, ഫുള്ള് ബോട്ടുകളാണ്. കുറേ ട്രിപ്പുകൾ നടത്തുന്ന ഇതുകളുണ്ട് കേട്ടോ. അതിൽ കൂടെ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ അപ്പുറത്തിൽ കൂടെ ഇറങ്ങിയിട്ട്. ഇപ്പോൾ താജ് ഹോട്ടലിലേക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ ഇതിൽ കൂടെ, എനിക്ക് തോന്നുന്നത് അനുഷ്ക ശർമ്മയും അതുപോലെ തന്നെ നമ്മുടെ ആളുടെ പേരുന്ന രോഹിത് എന്നാണ്, അല്ല വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയും ഇങ്ങനെ ബോട്ട് സർവീസ് വഴി വരും എന്നൊക്കെ പറഞ്ഞില്ലേ താജിലേക്ക്. അവരുടെ എന്തോ പരിപാടിക്ക് എന്തൊക്കെയോ ന്യൂസില്ലേ, അതുപോലെ അതിങ്ങനെയാണ് സംഭവം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് കണ്ടു. ഇനി അപ്പുറത്തോടെ പോയിട്ട് വേണം നമുക്ക് അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇവിടെ ആൾക്കാരുകൾ എല്ലാവരും കൂടിയിട്ടുണ്ട്. സോ കൊള്ളാം ഗൈസ്, എൻ്റെ പൊന്നി പൊളിച്ചിട്ടാ, അടിപൊളി. ഞാൻ മാസ്കിൻ്റെ ഉള്ളിൽ മുഖം എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം, ചിരിച്ച് സെറ്റ്, അടിപൊളി. കുറേ വേറൊരു മൂടി ഗൈസ്. ലൈക്ക് നമ്മൾ കേരളത്തിൽ നിന്ന് സൈക്കിൾ ഓടിയിട്ട് ഇവിടം വരെ എത്തി. അങ്ങനെ നോക്കുമ്പോൾ എന്തോ പോലെ കേട്ടോ, വേറൊരു ഫീൽ ഗൈസ്. ഇവിടെ നിന്ന് കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കയറാൻ കാശൊന്നുമില്ല, പക്ഷെ കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് അവിടെ ഫോട്ടോ എടുക്കണത് നോക്കിയ ആൾക്കാർ ഫോറിനേഴ്സ് ആ കൃത്യം വന്നിട്ട് ഫോട്ടോ എടുക്കണത് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഇവിടുത്തെ കൃത്യം വ്യൂ കേട്ടോ. ഇവിടെ നിന്ന് എടുത്താലാണ് രസമുള്ളത്. അത് ഭയങ്കര ക്ലോസർ ലുക്കാണ്. ഇതാണ് താജ് ഹോട്ടൽ ഗൈസ്. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. ഇതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഗൈസ്. ഗേറ്റ് വേ ഇന്ത്യയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ താജ് ഹോട്ടൽ, ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വെറുതെ, പ്രത്യേകിച്ചൊന്നുമില്ല, റിനോവേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, എന്നാലും നമുക്ക് സാധനം ഒരു മോണ്യുമെൻ്റ് അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. മുംബൈ ഒന്നും ഒരു ദിവസം കൊണ്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. മുംബൈ ഒന്നും ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല, ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈക്ക് നമുക്ക് സൈക്കിളും കൊണ്ട് പോകാൻ പറ്റുന്നത് ഏത് റൂട്ടാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോണേട്ടോ. അല്ലാതെ ഫുള്ളങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നമ്മളിപ്പോൾ ഗേറ്റ് വേ ഓഫ് മുംബൈ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈ ആ ഗൂഗിളിൽ കണ്ട് അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നമ്മുടെ താജ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഹാജി അലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ, അങ്ങോട്ടേക്ക് പോവാണ്. ഒരു ദിവസം ഇതിൻ്റെ ഉള്ളിൽ കയറണം ഗൈസ്, എഴുതി വെച്ചോട്ടോ. ഒരു ദിവസം ഞാൻ കയറും, എന്തായാലും കയറണം ഗൈസ്. Yes. Can you give autograph? Yeah, of course, sure. എൻ്റെ മോനെ ഓട്ടോഗ്രാഫോ? What? You are recording now? Yeah, it's live. Guys, ഓട്ടോഗ്രാഫ് എങ്ങനെ ഇടാം? Your name? Joel. Yes. Thank you. Welcome. Thank you so much. Thank you. Cool. Thank you. Guys, ഓട്ടോഗ്രാഫ് എങ്ങനെ എഴുതാം? പേരെഴുതല്ല ചെയ്യാ. എൻ്റെ മോനെ എന്തൊക്കെയോ നടക്കുന്നു ഗൈസ്. ഞാൻ മന്നത്ത് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മന്നത്ത് ഷാറുഖ് ഖാൻ്റെ വീടൊക്കെ ഇല്ലേ, ആ സൈഡ്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ട്. എൻ്റെ മോനെ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. അർബൻ ഫ്രീ റൈഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട് എനിക്ക് ഇത് കണ്ടിട്ട്. നല്ല ട്രാഫിക് ഉണ്ട്. സോറി ഗൈസ്, വേറെ വഴിയില്ല കേട്ടോ, നല്ല തിരക്കാ ഗൈസ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് ഏരിയയിലേക്ക് എത്തിയിട്ടോ. മറൈൻ ഡ്രൈവ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മറൈൻ ഡ്രൈവ്. മോനെ അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു തണുത്ത കാറ്റുണ്ട് ഈ ചൂട്ടത്തെ, അടിപൊളി. ഇവിടുന്ന് 19 കിലോമീറ്റർ പോയാൽ നമുക്ക് മന്നത്ത് ആ ഒരു ഭാഗത്തേക്ക് എത്താം കേട്ടോ. മറൈൻ ഡ്രൈവ് പോലീസ്. വാവ്, ആ ഒരു തിട്ടയിൽ കയറി നിൽക്കാമെന്നുണ്ട് ഗൈസ്.
ഒരു കോളേജാണ് കേട്ടോ, വിൽസൺ കോളേജ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് കേട്ടോ, വിൽസൺ കോളേജ് എന്ന് പറഞ്ഞിട്ട്. കോളേജ് കിടിലൻ കോളേജ് കേട്ടോ, അടിപൊളി വിൽസൺ കോളേജ്. അതിൻ്റെ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ബീച്ച് കേട്ടോ. ഇവിടെ കുറേ കപ്പിൾസ് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ബീച്ച് സൈഡിൽ കുറച്ച് റാലി എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിട്ട് അവിടെയും പോകുന്നുണ്ട് കേട്ടോ. വൈബായിരിക്കില്ല ഇവിടുത്തെ കോളേജ്. ഇവിടെ കോളേജ് വിൽസൺ കോളേജിൽ പഠിക്കുന്നു, ബീച്ചിൽ വരുന്നു നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ആ വൈബ് ഇഷ്ടപ്പെട്ടു. അടിപൊളി. അവിടെ എന്തോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. അതാ നോക്കൂ ഗൈസ്, മക്ലാരൻ ലംബോർഗിനിയുടെ മെക്ലാരൻ്റെ ഇത് കേട്ടാ സീൻ. മെക്ലാരൻ്റെ ഷോറൂം. അവിടെ ഏതൊരു കാറ് കിടക്കുന്നുണ്ട്. ബാക്കിൽ ഉറൂസാന്നുണ്ട്, മറ്റേ ജീപ്പ് പോലത്തെ വണ്ടിയില്ലേ, ജീപ്പല്ല നമ്മുടെ പോർഷയുടെ വണ്ടി പോലെ. അടിപൊളി. ഇവിടെ ഇതിൻ്റെ ഷോറൂമാണെന്നുണ്ട് കേട്ടോ. ഷോറൂം സെറ്റപ്പ് തുറന്നിട്ടൊന്നുമില്ല, ക്ലോസ്ഡ് ആണ്. പക്ഷെ പുറമേ നിന്ന് കാണാൻ പറ്റും. കണ്ട, ക്ലോസ്ഡ് ആണ് സംഭവം. അതെ, ക്ലോസ്ഡാ. ഇതാ ലംബോർഗിനി, എൻ്റെ മോനെ. ഭയ്യ ക്ലോസ്ഡ് ക്ലോസ്ഡ്. എന്തായാലും വന്നതല്ലേ, ഇരിക്കട്ടെ. ലംബോർഗിനിയുടെ താഴെ നമ്മുടെ ടോഡ് TD 850. ഇത് നമുക്ക് അതുപോലത്തെ ഒരു ബ്രാൻഡ് ആക്കി എടുക്കണം ഗൈസ്. ലംബോർഗിനി മോനെ, ടോഡ് ലംബോർഗിനി ട്ടാ ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് വണ്ടി കേട്ടോ, EQBയുടെ PG ഫോയിൽസ് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ കാട്ടി തന്നല്ലേ. ഞാൻ ആദ്യമായിട്ട് ആ വണ്ടി കാണണം കേട്ടോ. എനിക്കറിയില്ല വണ്ടി ഏതാന്ന്. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മസാജ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടെന്ന്. ഒരു ഫോറിനർ വന്നിട്ട്, അത് കാലത്തെ തുറക്കാട്ടോ. ഞാൻ വന്നപ്പോൾ ലേറ്റായി, അത് ഞാൻ അന്വേഷിച്ചിരുന്നു. ലോക്കൽ സെറ്റ് മതിയാ പോണ വണ്ടി. ഒരു ലോക്കൽ കടയാണ്, പക്ഷേ ഒരാളുടെ വീഡിയോയിൽ ഞാൻ കണ്ടത് നല്ല രസമായിരുന്നു ചെയ്യാൻ. അത് ഓപ്പൺ ആയിട്ടില്ല കേട്ടാ. മലയാളികൾ ഒക്കെ കണ്ട് മടുത്തൊരു സംഭവം ഉണ്ടാവല്ലോ, മടുത്തതല്ല, ഈ സിനിമാ നടന്മാരുടെ വീട്ടിലേക്ക് പോണൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ 4 ദിവസം നിന്ന് ചെയ്താലും പുറത്താട്ടാ. കണ്ടന്റുകളുടെ കൂമ്പാരമായിരിക്കും ഇവിടെ കേട്ടാ. കാരണം സൽമാൻ ഖാൻ്റെ വീട്, ഷാറൂഖ് ഖാൻ്റെ വീട്, എല്ലാവരുടെ വീട് ഇവിടെ കേട്ടാ. ഓരോ ദിവസവും ഓരോ വീട്ടിലേക്ക് പോവാ. സെക്യൂരിറ്റി ഒക്കെ നിൽക്കണ്ടല്ലോ, എനിക്ക് തോന്നണത് അപ്പോൾ ഇവിടെ ആയിരിക്കുന്നതാണ് കേട്ടോ സെക്യൂരിറ്റി. ആ മോനെ, ഷാറൂഖ് ഖാൻ അല്ല കേട്ടോ, ഷാറൂഖ് ഖാൻ അല്ല, മന്നത്ത്. ഇതാണ് ആര്യൻ ഖാൻ. അയ്യോ, ഷാറൂഖ് ഖാൻ്റെ മോൻ. ഷാറൂഖ് ഖാൻ്റെ മോൻ ട്ടോ, മോനെ. ഷാറൂഖ് ഖാൻ്റെ മോൻ. അതിൻ്റെ ഉള്ളിലിട്ടോ ഫ്രണ്ടിൽ എൻ്റെ പൊന്നെ പൊളിച്ച് ഷാറൂഖ് ഖാൻ്റെ മോനുണ്ട് ഗൈസ്. വെറുതെ അല്ല സെക്യൂരിറ്റി നിൽക്കണ്ടായിരുന്നു കേട്ടോ മോനെ. ഞാൻ കണ്ടു ഷാറൂഖ് ഖാൻ്റെ മോനെ കണ്ടു ഞാൻ. ഇനി മന്നത്ത് ഷാറൂഖ് ഖാൻ ഉണ്ടാവോ? കോളിംഗ് ബെല്ലുണ്ടെങ്കിൽ കോളിംഗ് ബെല്ലടിക്കായിരുന്നു. ആള് എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ വരുമ്പോൾ. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ മോൻ ഇതിൽ കൂടെ വന്ന കേട്ടോ, ആ റേഞ്ച് റോവറിൽ. മോനെ ഞാൻ കണ്ടു കേട്ടോ, ഷാറൂഖ് ഖാൻ്റെ മോനെ ഉണ്ട്. അത് പൊളിച്ച്. ആദ്യം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. വന്നതും ആള് പോയതും ഒരുമിച്ചായിരുന്നു. എൻ്റെ അമ്മേ, അടിപൊളി. ഇനി ഈ സൈഡിലത്തെ വഴി കൂടെയാണ് കേട്ടോ അവരുടെ ഇത് വരണത്. ഈ വഴിയാന്ന് തോന്നുന്നുണ്ട് എൻട്രൻസ്, കാർ പാർക്കിംഗ്. കാരണം ഇത് മന്നത്തെന്ന് പറഞ്ഞിട്ട് ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈഡിൽ കൂടെ ആര്യഖാൻ വന്നത്. ആര്യൻ ഖാൻ എന്തൊക്കെയാണ് കേട്ടോ, നമുക്കത് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സായിപ്പും മദാമിയും വരെ ഒന്ന് ഫോട്ടോ എടുക്കണ്ട ദൈവേഷ്.
ഷാറുഖ് ഖാൻ്റെ ഒക്കെ ഒരു റേഞ്ച് നമ്മൾ മലയാളികളും ലൈക്ക് ഇന്ത്യക്കാർ മാത്രമല്ലല്ലോ, പാൻ ഇന്ത്യൻ സ്റ്റാർ. ഇത് എന്നിട്ടത് കപ്പലണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുന്നൊരു സാധനം കേട്ടോ. മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടി കൊടുക്കുന്നൊരു സാധനം. ഇവിടെ നല്ല കച്ചവടം ഉണ്ട് കേട്ടോ. ഇത് എന്നിട്ട് ഐസ്ക്രീം അല്ല കേട്ടോ, കുൽഫി. ഇവിടെ കുൽഫി കൊടുക്കുന്നുണ്ട്. ഐസ് ഇട്ടിട്ട് ഡ്രൈ ഐസാണത്. പുകയൊക്കെ നല്ലോണം വരുന്നുണ്ടല്ലോ, ഡ്രൈ ഐസ് പോലെ. അവിടെയുണ്ടോ? അടിപൊളി. എന്താ മന്നത്തെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ എഴുതി നോക്കണത്. എവിടെ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ചു നോക്കണം. ഭയ്യ एक ഫോട്ടോ സോറി. ഇവർ എണീറ്റ് കഴിഞ്ഞാൽ സംഭവം ആൾ വരുന്നുണ്ടെന്നാണ് അർത്ഥം വരുന്നത്. അവിടെ ആ വഴിയിലേക്ക് ഞാൻ വരുന്ന സമയത്ത് കൃത്യം നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്ലോ മോഷനിൽ കാട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ആ ഒരു വരവിട്ട് ആര്യൻ ഖാൻ, ഷാറുഖ് ഖാൻ്റെ മോനെ അത് വിളിച്ചെന്തായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ബാക്കിൽ ചിലപ്പോൾ ഷാറുഖ് ഖാൻ ഉണ്ടാകും, പക്ഷേ ഫ്രണ്ടിൽ നിന്ന് വെയിലടിച്ചിട്ട് ആളുടെ മുഖം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. ആളുടെ മോൻ്റെ മാത്രം മുഖം കാണുന്നുണ്ടായിരുന്നുള്ളൂ. അതേട്ടാ, ആര്യൻ ഖാനെയാണ് ഞാൻ കണ്ടത്. ഇത് ശരി തന്നെയാണ്. മൂത്ത മോൻ ആര്യൻ ഖാൻ തന്നെ കണ്ടത് ഒരാളുടെ. പക്ഷേ കൃത്യസമയത്ത് അപ്പുറത്ത് പോയെങ്കിൽ കൃത്യം നല്ല ഷോട്ട് കിട്ടിയാനെ. ആ റേഞ്ച് റോവറിൽ പോയത് ഒരാളും ശ്രദ്ധിച്ചില്ല എന്നുണ്ട് കേട്ടോ. അത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഷാറുഖ് ഖാൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് ഇടുന്നുണ്ട്. ആൾക്കാർ ഇത് ഇവിടെ ഒക്കെ ഇറങ്ങി. ആൾക്കാർ ഫുൾ ഇറങ്ങിയിട്ട് ബീച്ച് കാണാനും കൂടിയാണെന്നുണ്ട് കേട്ടോ. അടിപൊളി. സെറ്റ്. ഷാറുഖ് ഖാൻ്റെ വീടിൻ്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ ഫോട്ടോ എടുക്കുന്ന നിങ്ങൾ, അത് കൊള്ളാം. അതെ, ഷാറുഖ് ഖാനെ കിട്ടിയില്ലേ, അവരെന്നെ വെച്ച് ഫോട്ടോ എടുക്കും. നിങ്ങളെവിടെയാ നാട്ടില്? കൊല്ലം. എല്ലാവരും കൊല്ലക്കാരാ. അടിപൊളി. അപ്പൊ ഇതിലൊരു ഹായ് പറഞ്ഞോ. ഹായ് 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 ഹായ്. ഗായ്സ്, ഏതൊരു സെലിബ്രിറ്റി ആട്ടോ. സെക്യൂരിറ്റി വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ആരുടെയെങ്കിലും റോഡാണോ? പബ്ലിക് റോഡല്ലേ? ആരാണോ ആള്? ആരും ഉണ്ട് ഗൈസ്. നമുക്ക് ഫോളോ ചെയ്ത് പോവാം. നമുക്ക് പോണ വഴിയല്ല, എന്നാലും ആരെങ്കിലൊക്കെ ആയിരിക്കുമല്ലോ. പറയണില്ല കേട്ടാ. പറയണില്ല ആരാന്ന്. വേണ്ട, അവനെ പിടിക്കാട്ടാ. ആരാണെന്ന് മനസ്സിലാവണില്ല. ആരോ ഒരാള്. Who's his name? എന്ത് പഞ്ചാബി? അത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എടുത്തോ. വന് സെക്യൂരിറ്റി ആയിട്ടാ പോണേ. ഗൈസ്, ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിച്ചിട്ട് ആള് എന്തുട്ടാ സൂക്ഷിച്ച് പറയണേന്നൊന്ന് കേട്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തോ പഞ്ചാബിയാ എന്തോ പറയണത് കേട്ടു. എനിക്ക് മറ്റേ തമന്നയുടെ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലേ എന്ന് പറഞ്ഞിട്ട്, ബോയ് ഫ്രണ്ട് എന്നങ്ങോട്ട് പറഞ്ഞിട്ടൊരു ആളില്ലേ, ആളുടെ സിനിമ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, പേര് കിട്ടണില്ല. എനിക്ക് ആളുടെ ചായ പോലെ തോന്നി കേട്ടാ. മുടി പറ്റ വെട്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഏതോ വലിയ ടീം, അല്ലാണ്ട് ഇപ്പോൾ 4 ബോഡി ഗാർഡായിട്ട് പോവില്ല.
ഗൈസ് നമ്മളിപ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ അതെ ജിയോ വേൾഡ് ഡ്രൈവ് കേട്ടോ, ജിയോ വേൾഡിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വേറെ ഒന്നുമല്ല, ആപ്പിളിൻ്റെ ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മുടെ കൊച്ചിയിലില്ലാത്ത വണ്ടിയൊന്നും ഇല്ല, എന്നാലും കാട്ടിന്നുള്ളൂ കേട്ടോ. അതിൻ്റെ പേരും നാടും ശാസ്ത്രമൊന്നും എനിക്കറിയില്ല. പോർഷ്യയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് കണ്ടിട്ട്. ഒരു മഞ്ഞ വണ്ടി, ക്യൂട്ട് വണ്ടി, കിടിലൻ വണ്ടി. കൊച്ചിയിലില്ലാത്ത വണ്ടികളൊന്നുമില്ല, നമ്മുടെ അവിടെ ഇല്ലാത്ത വണ്ടികളൊന്നുമില്ല. എന്നാലും അജയ് ഇൻഫ്രാ പ്രൊജക്ട്സ്, സിവിൽ ആൻഡ് പെയിൻറ്റിങ് ബൈ അജയ്, എന്തോ. സോ ആ കിടിലൻ വീടുകൾ നേരത്തെ കാട്ടി തന്നില്ലേ, ആ കിടിലൻ വീടുകളുടെ സൈഡിൽ കിടക്കുന്ന ഒരു വീടാണ് കേട്ടോ, ഒരു വണ്ടിയാണ്. ഗൈസ് വണ്ടികളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ ആ കിടിലൻ വീട് ഗൈസ്. ഇവിടെ നിന്നിട്ടും കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. ഇനിയിപ്പോൾ വീടെത്തുമ്പോഴായിരിക്കും ഇത് ഇന്നാളുടെ വീടാണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്നാലും വീട് നോക്ക്, എൻ്റെ ദൈവമേ, ഇങ്ങനത്തെയൊക്കെ വീട് മതി കേട്ടോ. ചെറുത് സിമ്പിൾ വീട്. ചെടികൾ വെച്ചോക്കണത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വീട്ടിലൊക്കെ. ലൈക്ക് വെറുതെ ഒരു വീട് മാത്രമല്ല, ആ ചെടികൾ ഓരോ ലെയറായിട്ട് വെച്ചോക്കണത് കണ്ട, അതും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളിയായിട്ടത് ചെടികൾ വെച്ചോണെന്ന് നോക്കിയാൽ. നൈസ്. അപ്പുറത്ത് പാർക്കും നമ്മുടെ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെ ഗൈസ്, കടലും ഇടുക്കും ഒക്കെയാണ്. നമുക്ക് നേരെ പോയിട്ട് വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, ജിയോ വേൾഡ്, അങ്ങോട്ട് ചലിക്കാം. ഇനി ഗൈസ് ഇതാണ് ജിയോ ഡ്രൈവിൻ PVR എക്സ്പീരിയൻസ് കേട്ടോ. അതെന്തിട്ടാണോ PVR എക്സ്പീരിയൻസ്? ചിലപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് TV കാണാനാണ്. തിയേറ്റർ PVR എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ ഉള്ളത് ജിയോ വേൾഡിലാണ് കേട്ടോ. ജിയോ ഡ്രൈവ് അപ്പുറത്തെ സൈഡിലാണ്. മദാമേനെ കാറിലിരുത്തിയിട്ട് വായി നോക്കി അവര് വണ്ടി എടുത്ത് പോണില്ല. അപ്പുറത്തെ സൈഡിൽ പോണം. ജിയോ വേൾഡ് ഡ്രൈവ് കേട്ടോ. ഇത് ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വൈഫൈ അല്ല ആപ്പിളിൻ്റെ ഷോറൂമൊക്കെ ഉള്ളത് കേട്ടോ. അത് നോക്കിയേ, ഇതൊക്കെ കിട്ടില്ല. അതിൻ്റെ നല്ല രസമുണ്ടല്ലോ, കൊള്ളാട്ടാ. ആ നല്ല രസമുണ്ട്. സൈക്കിളായതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാനൊക്കെ. സോ നമുക്ക് ഐഫോണിൻ്റെ അവിടേക്ക് പോവാം. നമ്മൾ ആ ജിയോ വേൾഡിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. ജിയോ വേൾഡ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് സൈക്കിള് അവിടെ ഒരു ബിൽഡിംഗ് കണ്ട, ആ 3 പേര് നടക്കണതുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൃശ്ശൂർ മോട്ടോർ ഷോയ്ക്ക് കണ്ടിട്ടുള്ള ആർമിയുടെ ആ വണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. ആർമിയുടെ ആണോ ഇവരുടെ സെക്യൂരിറ്റിയുടെ വെഹിക്കിളാണെന്ന് അറിയില്ല. അതിരിക്കുന്നുണ്ട്. നമ്മുടെ സാക്ഷാൽ ടിം കുക്ക് വന്ന ആ സ്ഥലത്തെത്തിയിട്ടാ, ആപ്പിളിൻ്റെ ആ ഒരു ഷോറൂമിൻ്റെ അടുത്ത്. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ സംഭവം. ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ എടുക്കട്ടെ. നമ്മൾ ആപ്പിളിൻ്റെ ഷോറൂമിൻ്റെ ഉള്ളിൽ എത്തിയിട്ടാ. ടിപ്സ് ഫോർ വർക്കിംഗ് സ്മാർട്ടർ ഓൺ മാക്. അവരെ സെഷൻ അവിടെ പോകുന്നുണ്ടാവും കേട്ടോ. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടത്. മോനെ കൊള്ളാട്ടോ, അടിപൊളി. ഇവിടെ ഫുള്ള് പുതിയ മാക്ക്, എനിക്കൊരു മാക്ക് എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഗൈസ്. മാക് ബുക്ക് പ്രോ ഫുള്ള് മാക്കിൻ്റെ ഐറ്റംസ് ആട്ടോ. ഇത് മറ്റേ ഇതല്ല, ചെറിയ ഇത് മിനി എന്ന് പറഞ്ഞിട്ട്, മാക് മിനി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. മോനെ കൊള്ളാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ എയർ ഡ്രോപ്പ് ഇറക്കിയ വർക്കിങ്ങില്ല, ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കേണ്ടി വരും കേട്ടോ. അതൊന്നും ചെക്ക് ചെയ്യണം. കൊള്ളാം. ഇത് ഫുള്ള് ആപ്പിളിൻ്റെ ഇതുകളാണ് കേട്ടോ. മാക് സേഫ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണെന്നുണ്ട് ഗൈസ്. കൊള്ളാം. ഇത് കൊള്ളിക്ക് കൊള്ളാട്ടെ. ഇതൊക്കെ നന്നായിട്ട്. എനിക്ക് ഇത് എടുക്കാനൊരു പ്ലാൻ ഉണ്ട്, 16+. ഇനി എടുക്കുന്നുണ്ടെങ്കിൽ പ്ലസ് സീരീസ് എടുക്കാനാണ് പ്ലാൻ ഉണ്ട്. ഇതാകുമ്പോൾ വലിയ സൈസും ആണ്, ക്യാമറയും കുറച്ച് ഒതുങ്ങിയ. 16 ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന 15 ഒരു ഊളയാണ് കേട്ടോ. ഊള സാധനം ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ദൈവേ കേട്ടിട്ടുണ്ടാവോ അത്. 16 ഇത് ഉള്ള 16 എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. പൊളി, അടിപൊളി. അങ്ങനെ ഫൈനലി എൻ്റെ പൊന്നെ എനിക്ക് ആകെ കിളി പോയിട്ട്. എൻ്റെ ട്രെയിനിൽ തിരിച്ചിങ്ങോട്ട് ട്രെയിൻ വന്നില്ല കേട്ടോ. ഞാൻ റൈഡ് ചെയ്തു 35 കിലോമീറ്റർ. വയറിന് ചെറിയൊരു വേദന. പണിയാവുമെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. വലിച്ചു വാരി തിന്നുമ്പോൾ ആലോചിക്കണമായിരുന്നു. കുഴപ്പമില്ല, ഇഞ്ചിയും മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫുള്ള് കറക്കമായിരുന്നു. ഞാൻ ഇന്ന്
തിരിച്ചിങ്ങോട്ട് വരണത് എന്തായാലും ഇതിൽ പറ്റില്ലായിരുന്നു കേട്ടോ, ട്രെയിനിൽ പറ്റുന്നതായിരുന്നില്ല. ലോക്കൽ ട്രെയിൻ ആയാലും അതിൽ ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ 30 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ 30 കിലോമീറ്റർ റൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ റൈഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രേസിലെത്തിയിട്ടാ, നമ്മുടെ വൺ ആൻഡ് ഓൺലി മലയാളി ഹോട്ടൽ, വൺ ആൻഡ് ഓൺലി അല്ല, നമ്മുടെ മലയാളി ഹോട്ടൽ ഇന്നലെ കമ്പനി അടിച്ച ആൾക്കാരുടെ ഹോട്ടൽ കേട്ടോ. മലപ്പുറത്തിൻ്റെ അവിടെ അർജൻറ്റീനയും ബ്രസീലിൻ്റെയും ഫ്ലാഗ് കിട്ടാ. മതി ഇത് മതി, താങ്ക് യു. എനിക്കൊരു നാരങ്ങ വെള്ളം തരൂ, ഉപ്പിട്ട നാരങ്ങ വെള്ളം ഒരെണ്ണം, സാവിനെ മധുരട്ടത് ഒരെണ്ണം, രണ്ട് നാരങ്ങ വെള്ളം സെറ്റ്. സോഡ ഉണ്ടെങ്കിൽ ഇട്ടോ, ഒഴിച്ചോ, ഒരെണ്ണത്തിൽ സോഡ ഒഴിച്ചോ, ഒന്ന് വെള്ളം. ഉപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഒരെണ്ണത്തിൽ മധുരം പിന്നെ സാധാരണ പോലെ. ഒരെണ്ണത്തിൽ ഉപ്പ്, ഒരെണ്ണത്തിൽ മധുരം വേണ്ട, ഉപ്പ് മാത്രം. അതിൽ സോഡ ഒഴിച്ചോ. ആ വെള്ളം, അതെ. അപ്പോൾ മലപ്പുറത്തിൻ്റെ അവിടെ ബ്രസീലും അർജൻറ്റീനയായിട്ട് എഴുതി വെച്ചോക്കണേ. ഇവിടെ ആലപ്പുഴ വള്ളംകളി, അങ്ങനത്തെ കൊല്ലം ഈ മറ്റേ ഈഗിൾ, ട്രിവാൻഡ്രം മറ്റേ ഇത് മഹാരാഷ്ട്ര, നമ്മുടെ ഇവിടുത്തെ ഇത് പത്തനംതിട്ട, കോട്ടയം അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി വാങ്ങിയതാട്ടോ. മലയാളി ഹോട്ടലിൻ്റെ ഗുണം അതാണ്, ഇഞ്ചി കഷ്ണം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇവിടെ നിന്ന് നമുക്കൊരു 70 കിലോമീറ്റർ ചവിട്ടാനുണ്ട്. കുറച്ച് വിശേഷങ്ങളും പറയാനുണ്ട്. നാളെ സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും നാളെ, എന്തായാലും ഉറപ്പാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. നാളെ 6 മണിക്ക് കാണാം. ടിൽ ദെൻ ബൈ.